ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഉഗ്രൻ സദ്യയും നമ്മുടെ കുട്ടീസിൻ്റെ ഒരു അടിപൊളി ഗാനമേളയും അതുപോലെ നമ്മുടെ കസിൻസിൻ്റെ ഒക്കെ ഒരു അടിപൊളി പരുവത്തിലുള്ള ഒരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം. അതെ, നിങ്ങളെല്ലാം എന്ത് നോക്കുന്നേ? ഓ, അയറും വാപ്പയും എന്തെടുക്കുവാന്നായിരിക്കും അല്ലേ? രാവിലെ തന്നെ അയറു വാപ്പയ്ക്ക് കട്ട പോസ്റ്റ് കൊടുത്തേക്കുക. ഏകദേശം ഒരു അരമണിക്കൂറായി കാണും ഈ ഊഞ്ഞാലാട്ടമൊക്കെ തുടങ്ങിയിട്ട്. ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞ് അയറു ഇപ്പോൾ വെളിയിൽ ചാടിയിട്ടുണ്ട്. അപ്പുറത്തെ പറമ്പിൽ ആരോ പണിയുന്നത് നോക്കി നിൽക്കുക ആൾ. അപ്പോൾ കസിൻസൊക്കെ വരുന്നത് കൊണ്ട് ഒരു ഉഗ്രൻ സദ്യ ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. സദ്യ എന്ന് പറയുമ്പം വലിയ സദ്യയൊന്നും അല്ല കേട്ടോ, കുറച്ച് കറികളൊക്കെ ആയിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ രീതിയിലൊരു സദ്യ. സാധാരണ കസിൻസൊക്കെ വരുമ്പോൾ നല്ല രസമാണ്, പക്ഷേ ഇവരിത് കുളവാക്കുമോ എന്ന് എൻ്റെ സംശയം. ഏതോ വലിയ ഗാനമേള ട്രൂപ്പിലെ സിംഗേഴ്സാണെന്നൊക്കെ വിചാരം. സത്യം പറയാലോ, അൺസഹിക്കബിളാണ്. നിങ്ങൾക്ക് ഇവരുടെ പാട്ട് കേൾക്കണോ? ഞാൻ കേൾപ്പിക്കാവേ. അതിനു മുമ്പേ ഈ മനക്കെട്ടി കുറവുള്ളവർ, അതുപോലെ തന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ ആ വോളിയം ഒക്കെ ഒന്ന് കുറച്ച് വെച്ചോ കേട്ടോ. ഞാൻ ഇപ്പോൾ അവരുടെ പാട്ട് കേൾപ്പിക്കാൻ പോവാണേ. ഏതുറക്കത്തിലും പാട്ട് കേട്ടാൽ ചാടി എണീറ്റ് ഡാൻസ് കളിക്കുന്നതായിരുവോ. ഇപ്പം ഇവരുടെ പാട്ട് കേട്ട് അന്താളിച്ച് നിൽക്കുക. വീട്ടുകാരെ വെറുപ്പിച്ചത് പോരാഞ്ഞിട്ട് നാട്ടുകാരെ കൂടെ വെറുപ്പിക്കാൻ വേണ്ടി എല്ലാം വീടിൻ്റെ ടെറസിൽ കയറിയേക്കുക. ആരും പരാതിയായിട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. ഇക്കാക്ക് പഠിക്കാനൊരു തല വെട്ടിയിട്ടുണ്ട്. വെട്ടി അവസാനം ആ തല അവിടെ കണ്ടാൽ മതിയായിരുന്നു. നമുക്കിനി കുക്കിംഗ് സെക്ഷനിലോട്ട് കയറാം. ഈ വെള്ള ചുരിദാറിട്ടിരിക്കുന്ന പോലെ കണ്ടോ? ഞാൻ വീഡിയോ എടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നല്ല വെള്ള ചുരിദാറിട്ട് അടുക്കളയിൽ പണിയാൻ വന്നേക്കുക. അപ്പോൾ എല്ലാവരും ഭയങ്കര പണിയിലാണ്. പണിയെടുക്കാത്ത പാത്ത് വരെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കിട്ടാനാണോ? അല്ലായിരിക്കും. പടവലം പോലിരിക്കുന്ന പാത്തു അവളെക്കാളും വലിയ പടവലമായി ചോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പേരി ശർക്കര വരട്ടിയൊക്കെ ഏകദേശം റെഡിയായി. ഉപ്പേരി സൂപ്പറാണെങ്കിലും ശർക്കര വരട്ടി വമ്പൻ ഫ്ലോപ്പായിരുന്നു. വീട്ടിലിട്ടേണ്ട ഒരു ആവശ്യമില്ല എങ്കിലും ഞങ്ങളുടെ കൊച്ചുമാരുടെ സ്പെഷ്യൽ സാധനമായോണ്ട് വെറുതെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അടുക്കളയിലെ പണിയെല്ലാം തകൃതിയിൽ നടക്കുക. ഇപ്പം എല്ലാവരും പണിയുമല്ലേ, എന്നാൽ ഞാനും കൂടി സഹായിച്ചേക്കാമെന്ന് പറഞ്ഞ് ഒരാൾ വന്നിട്ടുണ്ട്. ആരാന്നല്ലേ? നമ്മുടെ കുട്ടി ഷെഫ് അയറു. ഒരു കുക്കിംഗ് വീഡിയോ എടുത്താൽ പിന്നെ പുള്ളിക്കാരി ഇപ്പം എപ്പോഴും അടുക്കളയിലാണ്. എന്തെങ്കിലുമൊക്കെ അരിഞ്ഞുകൊണ്ടും പിറകൊണ്ടും ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ അങ്കത്തൊട്ട് ആകെ അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ. ഇനി ഇത് വൃത്തിയാക്കുന്ന പണി മുഴുവൻ നമ്മുടെ കറികളെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. ഐറൂസാണ് കഴിക്കാനും ഇരുന്നു. ഐറൂന് മാത്രമേ വാഴയിലുള്ളൂ. നമ്മുടെ ഇവിടെ വാഴയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ബാക്കി എല്ലാവർക്കും വാഴയില പ്ലേറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ അവൾ അവളുടെ പാത്രത്തിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളവരുടെ പാത്രത്തിൽ കൈയിട്ട് വരാൻ വേണ്ടി ഇറങ്ങിയേക്കുക. വൈകിട്ട് ചേമ്പ് വേവിച്ചതും ഉണക്കമീൻ വറുത്തതും പിന്നെ ചെമ്മീൻ ഇട്ട് വെച്ച് നല്ല മുളക് ചമ്മന്തിയും കൂടെ തൈരും എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് നമ്മുടെ കസിൻസ് എല്ലാം വട്ടം കൂടിയിരിക്കുക. നമ്മുടെ ഗാനമേള സംഘം അടുത്ത ഡാൻസ് പ്രാക്ടീസിനുള്ള ചെറിയൊരു ചർച്ചയിൽ. അപ്പോൾ അവരുടെ വെറുപ്പിൽ ഇനിയും തുടരുമെന്നാണ്. ന്യൂസ് ടി വിയിൽ അവിടെ എന്തോ ചൂണ്ടിക്കൊണ്ടിരിക്കുക. എനിക്കും ഉമ്മിക്കും 8ൻ്റെ പണി വീണ്ടും ബാക്കി. അപ്പോൾ ഇനി ക്ലീനിങ് സെക്ഷനിലോട്ട് കയറുക. സമയം രാത്രി 8:15. ഇവരുടെ വെറുപ്പീര് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മിക്കവാറും അയറ് തന്നെ എല്ലാത്തിനെയും പിടിച്ചിറക്കി വിടുന്ന ലക്ഷണമാണ്.